ആദ്യമായിട്ടാണ് തിരുനക്കര ഫുള്ളായിട്ട് ഇങ്ങനെ വരുന്നത്? ഇല്ല, കഴിഞ്ഞ വർഷം വസ്ത്രം തന്നെയായിരുന്നു ഉള്ളതല്ലേ? നിങ്ങൾ ആരൊക്കെ കൂടെ വന്നിട്ടുള്ള ആരൊക്കെയാ? അച്ഛനുണ്ട്, ഞാനുണ്ട്, ഒരാളുണ്ട്. അച്ഛന്റെ പേരണ ബാബു. അല്ലേ? എങ്ങനെയുണ്ട് ഇവൻ? ഹാപ്പിയാണോ ഇവിടെ വന്നതിന് ശേഷം? അല്ല, സാധാരണ മതപ്പാടി നിൽക്കുന്ന ആളുടെ അടുത്ത് മറ്റൊരാനെ കൊണ്ടുവന്ന് നമസ്കാരം. VM പ്രദീപ് മീഡിയ വീണ്ടും സ്വാഗതം. കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ആരവങ്ങൾ ഉയർന്നു കഴിഞ്ഞു. കലാപരിപാടികൾ ആവേശകരമായി ഭക്തജനങ്ങൾ ഏറ്റെടുത്തു തുടങ്ങി. ഉത്സവ തിമിർപ്പിലേക്ക് നാടും നഗരവും ഉണർന്നു കഴിഞ്ഞു. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും ശ്രദ്ധേയമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുനക്കര മഹാദേവ ക്ഷേത്രം. തിരുനക്കര പൂരത്തിന് ഈ വർഷവും ശിവന് പങ്കെടുക്കുവാൻ കഴിയില്ല. തിരുനക്കര ശിവൻ അപൂർവമായി മാത്രമാണ് തിരുനക്കര പൂരത്തിന് തിടമ്പെടുക്കാറുള്ളത്. 1.5 മാസത്തിലധികമായി ശിവനെ മദപ്പാടിൽ തളച്ചിരിക്കുകയാണ്. ഞങ്ങൾ എത്തുമ്പോൾ ശിവന് സമീപം വേമ്പനാട് വാസുദേവനെ തളച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. സാധാരണ മദപ്പാട് നിൽക്കുന്ന ആനകളുടെ സമീപത്ത് മറ്റ് ആനകളെ തളയ്ക്കാറുള്ളതല്ല. മദപ്പാടിൽ നിൽക്കുന്ന ആനകൾ ഇടയുന്നതിനും അത് പ്രകോപനം സൃഷ്ടിക്കുന്നതിനും ഇടവരുത്താറുള്ളതായാണ് പൊതുവെ പറയാറുള്ളത്. പക്ഷേ വളരെ ശാന്തമായിട്ടാണ് ശിവൻ നിൽക്കുന്നത് കാണാൻ കഴിഞ്ഞത്. ശിവൻ ഇടയ്ക്കിടയ്ക്ക് തുമ്പിക്കൈയുയർത്തി എന്തുണ്ട് വിശേഷം എന്ന ഭാവത്തിൽ വേമ്പനാട് വാസുദേവനോട് ശിവൻ ചോദിക്കുന്നത് കാണാമായിരുന്നു. എന്താണ് മദപ്പാടിൽ നിൽക്കുന്ന ആന മറ്റൊരാനയോട് ഇത്ര സൗഹാർദ്ദപരമായി ഇടപെടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ താല്പര്യമുണ്ടായിരുന്നു. വേമ്പനാട് വാസുദേവൻ്റെ പാപ്പാനോട് തന്നെ ഇക്കാര്യം ചോദിച്ച് മനസ്സിലാക്കുവാൻ വേണ്ടി ഞങ്ങൾ സമീപിച്ചു. ഒരു ജാടയുമില്ലാത്ത പാപ്പാൻ കൃത്യമായി അതിനുള്ള ഉത്തരം നൽകുകയും ചെയ്തു. എത്ര ദിവസത്താണുണ്ട് ഇവിടെ തിരുനക്കര? 8 ദിവസം. 8 ദിവസമുണ്ട്. അപ്പൊ ഇന്ന് തിടമ്പ് എടുക്കുന്നുണ്ട്? അറിയാൻ പാടില്ല, 8 ദിവസമുണ്ട്. 8 ദിവസം ഉണ്ടല്ലേ? തമിഴ്നാട് വാസത്താണല്ലേ? ആദ്യമായിട്ടാണ് തിരുനക്കര ഫുള്ളായിട്ട് ഇങ്ങനെ വരുന്നത്? ഇല്ല, കഴിഞ്ഞ വർഷം തമിഴ്നാട് വാസ്തവം തന്നെയായിരുന്നു ഉള്ളതല്ലേ? നിങ്ങൾ ആരൊക്കെ കൂടെ വന്നിട്ടുള്ള ആരൊക്കെയാ? അച്ഛനുണ്ട്, ഞാനുണ്ട്, ഒരാളുണ്ട്. അച്ഛന്റെ പേരണ? ബാബു. അല്ലേ? എങ്ങനെയുണ്ട് ഇവൻ? ഹാപ്പിയാണോ ഇവിടെ വന്നതിന് ശേഷം? അല്ല, സാധാരണ മതപ്പാടി നിൽക്കുന്ന ആളുടെ അടുത്ത് മറ്റൊരാനെ കൊണ്ടുവന്ന് ഒരു ശല്യമില്ല. നിങ്ങൾക്ക് തമ്മിൽ അറിയാം. എല്ലായിടത്തും ഒരുമിച്ച് ശത്രുതയില്ല. അതുകൊണ്ടാണ് ഇവിടെ കൊണ്ട് കെട്ടിയല്ലേ? ഞാൻ ഉറക്കം ചെയ്ത് അടുത്തോണ്ടിരിക്കും. അതിനും പിണക്കില്ല, ഇതിനും പിണക്കില്ല. അല്ലെങ്കിൽ അത്ര അടുത്തോണ്ട് കെട്ടാൻ സാധിക്കില്ല ഈ സമയത്ത്. അല്ലെ, അവരാണ് ആൾക്കാർ പറയുന്നത് നിർത്താൻ പറ്റിയെന്ന് പറയും. ഇവർക്ക് തമ്മിൽ പിണക്കില്ല. ശരി. ഇവർ തമ്മിൽ പിണക്കില്ലാന്നാണ് അടുത്ത് നിർത്തുന്നത്. അതെ.
ഈ വർഷത്തെ തിരുവുത്സവത്തിന്റെ രണ്ടാം ഉത്സവ ദിവസമായ ഇന്ന് ഇത്രയും സമയം ഈ കലാവേദിയിൽ നാട്യാർച്ചന അവതരിപ്പിച്ച ശ്വേതാപ്പൈ ആൻഡ് പാട്ടിക് തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നന്ദി അറിയിക്കട്ടെ. ഉടൻ തന്നെ ടോപ്പ് സിംഗേഴ്സും ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗേഴ്സും നയിക്കുന്ന ആലപ്പുഴ ഭീമ ഡോഡേമൺസിന്റെ ഗാനമേള ആരംഭിക്കുന്നതാണ്. ഈ ഗാനമേള നമുക്കായി സമർപ്പിക്കുന്നത് ഭീമ കോട്ടയം. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗേഴ്സും ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗേഴ്സും നയിക്കുന്ന ആലപ്പുഴ ഭീമ ബ്ലൂ ഡയമണ്ട്സിന്റെ ഗാനമേള ഉടൻ തന്നെ ശിവന്റെയും വേമ്പനാട് വാസുദേവന്റെയും കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുമ്പോഴാണ് ഒരു ചേച്ചി ഇരുവർക്കും നൽകാനായി പഴവുമായി എത്തിയത്. പഴം എടുത്തു കൊടുക്കാറുണ്ട്, ശിവന് കൊടുക്കാറുണ്ട്. എങ്ങനെ പേര്? രണ്ടാനക്കും കൂടി ഒരുമിച്ച് പഴം മേടിച്ചാണോ? കൊടുത്തവർ സന്തോഷം അല്ലേ? തിരുനക്കര പകൽപൂരത്തിന് പാമ്പാടി രാജൻ ഉൾപ്പെടെ കേരളത്തിലെ ശ്രദ്ധേയരായ കരിവീരന്മാർ അണിനിരക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.